أعوذ بالله من الشيطان الرجيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ വില കൊടുത്തു വാങ്ങുന്ന വസ്തുക്കൾക്ക് വലിയ വിലയും നിലയും ഉണ്ടാകും. അവ നഷ്ടപ്പെടുന്നതിൽ നമുക്ക് വല്ലാത്ത ഖേദവും വേദനയും ഉണ്ടാകും. അത് സംരക്ഷിക്കാൻ നമ്മൾ അതിയായി പാടുപെടുകയും അതിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കുകയും ചെയ്യും. നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ് ഈ ലോകത്ത് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ്. അതുകൊണ്ട് ത്യാഗം സഹിച്ച് ഇസ്ലാം നേടിയെടുത്തവരുടെ ആ ഒരു ഇസ്ലാമിനോടുള്ള സ്നേഹവും കൂറും ജന്മനാ കിട്ടിയ നമുക്കുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭൂജാതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. ഇസ്ലാമിന്റെ പ്രാരംഭം അപരിചിതമായ ഒരു അന്തരീക്ഷത്തിലാണ് തുടങ്ങിയത്. അതേ ഒരവസ്ഥയിലേക്ക് ഇതിന്റെ അവസാനവും എത്തിച്ചേരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അർക്കം ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആരും കാണാതെ ഒളിഞ്ഞും മറഞ്ഞും അവർ എത്തിപ്പെടുകയും ഒരു പ്രകാശം കുറഞ്ഞ മുറിയിൽ അവർ ഒരുമിച്ചിരുന്ന് ദീനിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിടത്തു നിന്നാണ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ലോകത്തെ ഏറ്റവും അതിവേഗതയിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മതം എന്ന ഖ്യാതിയിലേക്ക് ഈ ഇസ്ലാം പടർന്നു പന്തലിച്ചത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യകാല വിശ്വാസികൾ തെല്ലൊന്നുമല്ല അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി വേദനയും കഷ്ടപ്പാടും യാതനകളും അനുഭവിച്ചത് എന്നത് ചരിത്രത്തിന്റെ ബാലപാഠം അറിയുന്ന മുഴുവൻ മുസ്ലിമാനും അറിയുന്ന സത്യമാണ്. ഒളിഞ്ഞും മറഞ്ഞും അവർ ഇസ്ലാമിന്റെ വിശ്വാസം കൊണ്ടു നടക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് മുന്നോട്ടു പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നീടാണ് പലരും മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ച് പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഭീതിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്ലാമായി എന്ന വിവരം ശത്രുക്കളുടെ കാതിൽ പതിച്ചവർക്കൊക്കെയും പീഡനങ്ങളും പട്ടിണിയും വേദനിപ്പിക്കുന്ന നോവേറ്റുന്ന ശിക്ഷകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. യാസിർ കുടുംബം പീഡിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. യാസിറും സുമയ്യയും മകൻ അമ്മാറും ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബന്ധനസ്ഥരാക്കപ്പെടുകയും പട്ടിണിക്കിടപ്പെടുകയും രാവും പകലും വ്യത്യാസമില്ലാതെ അവരെ ശാരീരികമായും മാനസികമായും നോവിക്കുകയും വെള്ളത്തിലേക്ക് അവരെ മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് മാംസം അരിഞ്ഞെടുക്കുകയും ചെയ്ത ചരിത്രം ഇസ്ലാമിക ലോകത്തിന് പറയാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ തെരുവീഥികളിലൂടെ അവിടുത്തെ പിള്ളേര് വലിച്ചുകൊണ്ടുപോയ ചരിത്രം മക്കയുടെ ഓരോ മണൽത്തരികളും ഒരുപക്ഷെ പറഞ്ഞേക്കാം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്തിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറക്കാൻ വേണ്ടി ശ്രമിച്ചതും നിരവധി സഹാബത്തിനെ അവർ കൊന്നൊടുക്കിയതും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് അവരുടെ യജമാനത്തി ഉമ്മു അമ്മാറ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ ദണ്ട് വെച്ച് അവരുടെ പുറം ഭാഗം മുഴുവൻ ഉരുകി ഒലിച്ച് തോളിന്റെ പുറം ചട്ട എല്ല് വെളിവാകും വിധത്തിൽ ചുവന്നു തുടുത്ത് രക്തവും ജലവും നീരും ഒഴുകുന്ന വേദന സമ്മാനിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും വായിച്ചതാണ്.
നീണ്ട 13 കൊല്ലം പീഡനത്തിന്റെ, യാതനയുടെ, പട്ടിണിയുടെ, ബഹിഷ്കരണത്തിന്റെ, ആക്ഷേപാരോപണങ്ങളുടെ, വിവിധങ്ങളായിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ, നിരവധി തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള ശത്രുക്കളുടെ നീക്കങ്ങളുടെ കാലഘട്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു സാഹചര്യം, അംഗങ്ങൾ ഉണ്ടായിട്ടും തിരിച്ചൊരു മൂവ്മെന്റ് നടത്തിയിട്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിടാമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത, സബറൻ, ക്ഷമിക്കൂ, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമ അവലംബിക്കൂ, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്ന് മാത്രം തന്റെ അണികൾക്ക് ആവേശമായി പകർന്നു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാനസികമായി, ശാരീരികമായി വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് മുന്നോട്ട് നീങ്ങിയ ചരിത്രമാണ് മക്കയ്ക്ക് പറയാനുള്ളത് എങ്കിൽ, ത്യാഗം സഹിച്ച്, പീഡനങ്ങൾ സഹിച്ച് അവർ ഏറ്റുവാങ്ങിയ, നേടിയെടുത്ത ആ ഇസ്ലാം കേൾക്കരുതെന്ന് പറഞ്ഞപ്പോഴും, അടുക്കരുതെന്ന് പറഞ്ഞപ്പോഴും, വഴിതെറ്റി പോകുമെന്ന് പറഞ്ഞപ്പോഴും, പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയി, നിങ്ങളുടെ പ്രപിതാക്കളുടെ കുരുത്തക്കേട് നിങ്ങൾക്ക് ബാധിക്കുമെന്ന ഭീഷണി ഉയർന്നപ്പോഴും, ഗോത്രത്തിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും തുടങ്ങിയുള്ള ഭീഷണികൾ സ്വഹാബത്തിന് നേരെ ഉയർത്തിയിട്ടും ഇസ്ലാമിന്റെ സത്യസന്ദേശം അവർ സ്വീകരിക്കുകയും ആ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പെടാപാട് പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇസ്ലാമിനെ ബലിയർപ്പിച്ചുകൊണ്ട്, അവരുടെ പാരമ്പര്യ വിശ്വാസത്തിന് അടിമപ്പെട്ടുകൊണ്ട്, ലാത്തയും ഉസ്സയും മനാത്തയുമാണ് ആരാധ്യ വസ്തുക്കളെന്ന്, അവരാണ് ദൈവങ്ങളെന്ന്, അവരോടാണ് നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത് എന്ന ആ പരമ്പരാഗത വിശ്വാസത്തെ അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ജീവനും, നിങ്ങൾക്ക് സമാധാനവും, നിങ്ങൾക്ക് സ്വത്തും, നിങ്ങൾക്ക് കുടുംബവും നൽകാമെന്നും പറഞ്ഞപ്പോൾ അവർ അതിനൊന്നും കീഴ്തുങ്ങാതെ ആദർശത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. സഹോദരന്മാരെ, ഇസ്ലാമനുസരിച്ച് ജീവിക്കാനും ഇസ്ലാമിന്റെ ആരാധനകൾ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ അനുഷ്ഠിക്കാനും ഭാഗ്യം ലഭിച്ച നമുക്ക് അഭിമാനബോധമുണ്ടോ? ആ ഇസ്ലാമിനെ വലിയ സ്വത്തായി നാം കാണുന്നുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെ, അവസരങ്ങളെ നാം ഗൗരവത്തോടെ കാണുകയാണോ ചെയ്യുന്നത്? അതല്ല, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾക്ക് പാത്തും പതുങ്ങിയും നിന്ന് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതിലൂടെ ലഭിക്കുന്ന ഭൗതികമായ സുഖങ്ങളും ആസ്വാദനങ്ങളും നേട്ടങ്ങൾക്കും നാം പ്രാധാന്യം കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. നീണ്ട 13 കൊല്ലത്തെ പീഡനത്തിന് ആശ്വാസമായിക്കൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇസ്ലാമിക വർഷത്തെ കലണ്ടറിനെ നിശ്ചയിക്കാൻ ഏത് സംഭവമാണ് നാം എടുക്കേണ്ടത് എന്ന ചർച്ചയ്ക്ക് മുന്നിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചതാണ് ചരിത്ര പ്രധാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മുതൽക്ക് നമുക്ക് വർഷം കണക്കുകൂട്ടി തുടങ്ങാം എന്നത്. ഹിജ്റി കലണ്ടർ എന്ന് നാം അറിയുന്ന ലോകം അവസാനിക്കും വരേക്കും ആ കണക്ക് നിലനിൽക്കുമ്പോൾ, ആ വർഷം നിലനിൽക്കുമ്പോൾ, ആ കലണ്ടർ നിലനിൽക്കുമ്പോൾ, ആ കലണ്ടർ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ, ആ കലണ്ടറിന് പിന്നിലെ ഒരു ത്യാഗത്തിന്റെ ചരിത്രം, അത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ, ദീനിനെ സംരക്ഷിക്കാൻ, സ്വന്തം നാടും വീടും കുടുംബവും ബലിയർപ്പിച്ച സ്വഹാബത്തിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് അതിന് പിന്നിലുള്ളത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടു പോകാൻ കൊതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിജ്റ പോകുന്ന സമയം മക്കയുടെ അതിർത്തിയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോട് സംസാരിക്കുന്നുണ്ട്. വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാ വഅഹബ്ബു അർദില്ലാഹി ഇലൈ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണ് നീയാണ്, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് നീയാണ്. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു മിൻകി. നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ മണ്ണിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ദേശത്തോടുള്ള അടങ്ങാത്ത ദേശസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയഭേദകമായി കണ്ണു നിറച്ച് വാക്കുകൾ ഇടറി മക്കയോട് സംസാരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് എന്നത് നാം ചരിത്രത്തിൽ വായിക്കുകയാണ്. ആദ്യമായി ഹിജ്റ പോയത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയെയും മകൻ സലമയെയും ചേർത്ത് ഹിജ്റ പോകുന്ന വഴിയിൽ ശത്രുക്കൾ മണത്തറിഞ്ഞ് അവരെ തടഞ്ഞു നിർത്തുകയും
ഉമ്മു സലമയുടെ കുടുംബക്കാർ ഉമ്മു സലമയെയും മകനെയും പിടിച്ചുവെക്കുകയും അബൂ സലമയുടെ കുടുംബക്കാർ സലമയെ വേർതിരിക്കുകയും ചെയ്ത് ഭർത്താവ് ഹിജ്റ പോവുകയും ഉമ്മു സലമയെ അവരുടെ ഗോത്രക്കാർ പിടിച്ചുകൊണ്ടുപോവുകയും മകൻ സലമയെ പിതാവിന്റെ ഗോത്രക്കാർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ച. ഭർത്താവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും മൂന്ന് ഭാഗത്തേക്ക് വേർപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ എത്രത്തോളം ഹൃദയഭേദകമാണ്, എത്രത്തോളം ദുഃഖകരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കുക എന്നത് നമുക്കറിയാവുന്നതാണ്. 2-3 കൊല്ലത്തിന് വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല വഴികളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും എയർപോർട്ടിൽ വെച്ചവർ പിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖം അല്പ ദിവസത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഇണകൾ തമ്മിൽ വേർപ്പെടുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അനുഭവിച്ചവരാണ് നമ്മൾ എല്ലാവരും, അല്ലേ സഹോദരന്മാരെ? എങ്കിൽ ഭർത്താവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും 3 ഭാഗത്തേക്കും തിരിച്ചുവിടുന്ന അവസ്ഥകളെ സഹിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് മദീന വിട്ട് പലായനം ചെയ്തത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവരുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവരുടെ മുഴുവൻ കാര്യങ്ങളും തിരിച്ചു വാങ്ങിയിട്ടാണ് സ്വഹാബത്ത് ഹിജ്റ പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റോമക്കാരനായി മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറെടുത്ത മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം തന്റെ സ്വത്തുമായിട്ട് മക്കയുടെ അതിർത്തിയിൽ ചെന്ന് നിൽക്കുമ്പോ ശത്രുക്കൾ തടഞ്ഞു വെച്ച് അദ്ദേഹത്തോട് പറയുന്ന വാക്കുണ്ട്: നീ ഉണ്ടാക്കിയ ഈ സമ്പത്തും നിന്റെ കയ്യിലുള്ളത് മുഴുവനും ഈ മക്കയിൽ നിന്ന് നീ സമ്പാദിച്ചതാണ്, അത് മക്കൾക്ക് അവകാശപ്പെട്ടതാണ്, ഇതുമായിട്ട് മദീനയിലേക്ക് നീ ജീവനോടെ പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ ശത്രുക്കളുടെ മുന്നിലേക്ക് വാരി വലിച്ചിട്ട് മദീനയിലേക്ക് അദ്ദേഹം ഒന്നുമില്ലാതെ കയ്യും വീശി നടന്നു നീങ്ങുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയുടെ 207-ാമത്തെ വചനം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന്, ഈ ഒരു ആയത്ത് സുഹൈബ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനത്തിൽ പറയും നമുക്ക് കാണാൻ സാധിക്കും. വമിനന്നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പടച്ചറബിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റവരാണവര്. അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹം, അവരുടെ സ്വപ്നം, അവരുടെ മോഹം, അവരുടെ സമ്പാദ്യം, അവരുടെ ആരോഗ്യം പടച്ചറബിന്റെ പ്രീതിക്ക് വേണ്ടി അവർ വിറ്റുകളഞ്ഞു. എന്റെ ഇഷ്ടമല്ല, എന്റെ ആഗ്രഹമല്ല, എന്റെ സുഖമല്ല, എന്റെ റബ്ബിന്റെ സ്നേഹവും അവന്റെ തൃപ്തിയുമാണ് എനിക്ക് വേണ്ടത് എന്ന നിലക്ക് എല്ലാം വിറ്റ് തുളച്ചവരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ പറയുമ്പോൾ, സഹോദരന്മാരെ, എത്ര മഹനീയമാണ് ഈ ആദർശം, എത്ര മൂല്യവത്താണ് ഈ വിശ്വാസം, എത്ര വലിയ റഹ്മത്താണ് ഈ ഒരു ദീൻ എന്ന് പറയുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ നിഅമത്തിനെ ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വികസിച്ച, പുരോഗമിച്ച അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ മലർക്ക് തുറക്കപ്പെട്ട സുഖസൗകര്യങ്ങളുടെ പറുദീസയിൽ രാവും പകലും കഴിച്ചുകൂട്ടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം, ഈ ദീന്, ഇതിനു വേണ്ടി നാം എന്ത് ത്യാഗമാണ് സഹിച്ചത്, ഇതിനു വേണ്ടി നാം എന്താണ് ത്യജിച്ചത്, സ്വന്തം മനസ്സുമായി സമരം ചെയ്തിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പോലും കഴിയാത്തവർ ആരുമായി സമരം ചെയ്യാനാണ് പോകുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതാണ് സഹോദരന്മാരെ. ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മദീനയിലേക്ക് സ്വഹാബത്ത് പുറപ്പെടുകയും അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് പോവുകയും ചെയ്ത ചരിത്രമാണ് ഹിജ്റയ്ക്ക് പറയാനുള്ളത് എങ്കിൽ, സഹോദരന്മാരെ, ദീനിനോടുള്ള കൂറ്, വിശ്വാസത്തോടുള്ള കൂറ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവർ കൊടുത്ത പ്രാധാന്യമാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട മണ്ണിനെ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തെ, ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്തിനെ അവർ ത്യജിച്ചു പോയത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് സഹോദരന്മാരെ നാം തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകനോടുള്ള സ്നേഹം, അബൂബക്കർ റളിയല്ലാഹു
അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രവാചകന്റെ കൂടെ ഹിജ്റ പോകാൻ അവസരമുണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയേറിയുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബിനെ തന്റെ ബെഡിൽ കിടത്തി ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ നേരെ വലിച്ചെറിഞ്ഞ് അല്ലാഹു ആ മണൽത്തരികളെ ശത്രുക്കളുടെ മുഴുവൻ കണ്ണുകളിലേക്കും എത്തിച്ച് അവർക്കിടയിലൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിപ്പോകുന്നത്. നീണ്ട 8 ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് എത്തിയത്. ഓരോ ദിവസവും ചരിത്രത്തിൽ നിരവധി പാഠങ്ങളും അറിവുകളും തിരിച്ചറിവുകളും പ്രദാനം ചെയ്യുന്ന അനുഭവങ്ങൾ നിറഞ്ഞതാണ് എന്നത് നമ്മൾ ചരിത്രം വിശാലമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഹിജ്റ പോകുമ്പോൾ മുന്നിലോട്ടോടും പിന്നിലോട്ടോടും വലതുഭാഗത്തേക്കോടും ഇടതുഭാഗത്തേക്കോടും അങ്ങനെ വിശ്രമമില്ലാതെ കിതച്ചു പായുന്നവനായിക്കൊണ്ടായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഹിജ്റ പോയിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പാത്തും പതുങ്ങിയും നിൽക്കുന്നുണ്ടോ എന്നത് അറിയാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ആ ഒരു ത്യാഗമുന്നേറ്റം സഹോദരന്മാരെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാണിച്ച ആ ഒരു സ്നേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരം സഹകരിച്ചും പരസ്പരം സഹായിച്ചും മക്കയിൽ നിന്ന് ഒന്നുമില്ലാതെ മദീനയിലേക്ക് കടന്നു ചെന്നവരെ 2 കൈയും നീട്ടി സ്വീകരിച്ച അൻസ്വാരികളും പരസ്പരം വിശ്വാസികൾ ഉണ്ടാകേണ്ട ആ ഒരു സ്നേഹത്തെ, ആ ഒരു കരുണയെ, ആ പരസ്പരമുള്ള ആ ഒരു സംരക്ഷണത്തെയാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ദീൻ എന്ന് പറയുന്നത് ത്യാഗമാണ്. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം ത്യാഗം കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്. ത്യാഗം സഹിക്കാതെ, പ്രയാസം സഹിക്കാതെ, ബുദ്ധിമുട്ട് സഹിക്കാതെ ഒരാൾക്കും തന്നെ സ്വർഗം നേടാൻ സാധ്യമല്ല എന്ന ആയത്തിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സഹാബത്ത് ത്യാഗം സഹിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, ധരിക്കാൻ വസ്ത്രമില്ലായിരുന്നു, കാലിലിടാൻ ചെരുപ്പ് പോലുമില്ലാത്ത നീണ്ട 400 ചില്ലാനം കിലോമീറ്റർ കറുകറുത്ത ചരൽക്കല്ലുകൾ വാരി വിതറിയിട്ട മദീനയുടെ മലമടക്കുകളെ താണ്ടിക്കടന്ന് സഹാബത്ത് ഹിജ്റ പോയപ്പോൾ അവരുടെ കയ്യിൽ വാഹനമില്ലായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു, താൽക്കാലികമായി ടെന്റ് അടിക്കാൻ അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങളില്ലായിരുന്നു. ഏകാഗിയായിട്ടാണ് പലരും ഹിജ്റ പോയത്. രാവും പകലും വകവയ്ക്കാതെ മനസ്സിൽ ഉൾക്കൊണ്ട ആ ഒരു വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി പടച്ച റബ്ബിലുള്ള സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കിയാണ് അവർ അത്രയും ദൂരം താണ്ടിയത് എന്നത് സഹോദരന്മാരെ നാം പഠിക്കേണ്ടതുണ്ട്. നമ്മളും അവരുമൊക്കെ എവിടെ കിടക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് ചോദിച്ചില്ലെങ്കിൽ ഈ ഖുതുബ നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇത്രയും അധികം സൗകര്യങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന നമുക്ക് വളരെ പരിമിതമായ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലും ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരുന്നത് എങ്കിൽ നാം ആരുടെ കൂടെയായിരിക്കും ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ സഹോദരന്മാരെ ചരിത്രങ്ങൾ നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അഭംഗുരം വർഷിച്ചതാണ് ഈ ഹിജ്റയിൽ നമ്മൾ കാണുന്നത്. എന്റെ സഹായം ഉണ്ടാകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിനെ ഉൾക്കൊണ്ടവരായിരുന്നു അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ, പടച്ച റബ്ബിൽ എത്രത്തോളം പ്രതീക്ഷ വേണം എന്നത് പഠിപ്പിക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. ശത്രുക്കൾ സൗറിന്റെ കോലായിൽ വന്ന് നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമം പ്രകടിപ്പിച്ചപ്പോൾ പറയുന്നുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആരെല്ലാം സന്നാഹങ്ങൾ ഒരുക്കുകൂട്ടിയാലും, ആയുധങ്ങൾ മൂർച്ച കൂട്ടിയാലും, സമ്പത്ത് ശേഖരിച്ചാലും, വൈജ്ഞാനികമായ വിപ്ലവം നടത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആസൂത്രണങ്ങൾ നടത്തിയാലും, ഇസ്ലാമിക നാമധാരികളെ ബോംബറുകളായി, ചാവേറുകളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തള്ളിവിട്ടാലും ശരി, ഇസ്ലാമിനെ തകർക്കാൻ ലോകത്തൊരു വമ്പൻ ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ പടച്ച റബ്ബിലാണ് നമുക്ക് അഭയമുള്ളത്. ആ പടച്ച റബ്ബാണ് നമ്മുടെ സംരക്ഷകനായിട്ടുള്ളത്. ലാ തഹ്സൻ, അബൂബക്കർ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്.
മഹാനായ മൂസാ നബി തന്റെ അണികളോട് പറഞ്ഞതും ഭയക്കേണ്ടതില്ല, ഇന്ന മഇയ റബ്ബീ സയഹദീൻ, എന്റെ കൂടെ എന്റെ പടച്ചിറപ്പുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിലെ ഒന്നാമത്തെ ഹിജ്റക്ക് പോകുമ്പോൾ അദ്ദേഹം അല്ലാഹുവിലാണ് തവക്കുലാക്കിയത്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ പടച്ചിറപ്പുണ്ട്. ആ ഒരു വിശ്വാസമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസികളെ പേടിപ്പിക്കുകയായിരുന്നില്ല റസൂലുള്ളാഹ്, പ്രതീക്ഷ നൽകുകയായിരുന്നു. അല്ലേ, മുസ്ലിങ്ങൾക്കും ഇനി വരാനുള്ളത് ഇതാണെന്ന് പറഞ്ഞ് എവിടെയോ കിടക്കുന്ന ചില വീഡിയോകളിലിട്ട് ആളുകളെ പേടിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, പേടിക്കാൻ വിശ്വാസികൾക്ക് മനസ്സില്ല എന്നാണ്. കാരണം ഈ ചൂളയിൽ മുളച്ചു പൊങ്ങിയതാണ് ഈ ഇസ്ലാമാകുന്ന വടവൃക്ഷം. അതിന്റെ അണികളെ പേടിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. ഹിജ്റയുടെ ആശങ്കയുടെ മുൾമുനയിൽ ഹിജ്റ പോകുന്ന പ്രവാചകൻ പേടിപ്പിച്ചില്ല, ആശ്വാസം പകർന്നു കൊടുക്കുകയാണ്. സുറാഖ പ്രവാചകന്റെ പിന്നാലെ കൂടിയപ്പോൾ സുറാഖയ്ക്ക് പ്രതീക്ഷയാണ്. കിസ്റയുടെ ആ സുന്ദരമായിട്ടുള്ള കിരീടം, വളകൾ താങ്കളുടെ കൈകളിൽ ചാർത്തപ്പെടുന്ന ഒരു ദിനം വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒരിക്കലും നിരാശപ്പെട്ടുകൂടാ, ഭയപ്പെട്ടുകൂടാ. പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത്, പടച്ച റബ്ബിൽ തവക്കുലാണ് നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം കൂടിയാലോചന ഉണ്ടാകണമെന്ന പാഠം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. പ്ലാനിങ്ങുകൾ ഉണ്ടാകണമെന്ന, ആസൂത്രണം ഉണ്ടാകണമെന്ന പാഠം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിക്കണമെന്ന പാഠം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. മാത്രവുമല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പടച്ച റബ്ബ് സഹായിക്കുമെന്നത് ഹിജ്റയുടെ ചരിത്രമാണ്. എല്ലാം നഷ്ടപ്പെട്ടവരായി മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചു വിട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചു കാണില്ല, അല്പം വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ ലക്ഷോപലക്ഷം വരുന്ന സഹാബത്തിനെയുമായി തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഹിജ്റയ്ക്ക് ശേഷം ബദർ ഉണ്ടാകുമെന്ന്, ഉഹുദ് ഉണ്ടാകുമെന്ന്, ഖന്തഖും ഹുനൈനും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ബദറിൽ അവരുടെ നേതാക്കന്മാർ മുഴുവൻ മണ്ണടിയുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അല്ലാഹുവിന്റെ സഹായം അപങ്കുരം വർഷിക്കുകയാണ് ഹിജ്റയ്ക്ക് ശേഷം ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളെ, ഈ മഹനീയമായ ചരിത്രം വിളിച്ചോതുന്ന, ത്യാഗങ്ങളുടെ ചരിത്രം വിളിച്ചോതുന്ന, കഷ്ടപ്പാടുകളുടെ ചരിത്രം വിളിച്ചോതുന്ന ഈ ഇസ്ലാമിക ചരിത്രത്തിന്റെ അവകാശികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ ജീവിക്കുവാനും മുസ്ലിമാണെന്ന ആ ബോധത്തോടുകൂടെ മുന്നോട്ട് പോകാനും ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും വേണ്ടത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഇസ്ലാമിനെതിരാണെങ്കിൽ അത് ത്യജിക്കുവാനുമുള്ള മനസ്സ് നാം ഓരോരുത്തരും കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണ് മുസ്ലിം? അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം? ആ മുസ്ലിമിന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ സേഫായിരിക്കണം. എന്നാലാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. നാവുകൊണ്ടും കൈകൊണ്ടും മറ്റൊരാളെ ഉപദ്രവിക്കുന്നവനല്ല മുസ്ലിം. ആരാണ് മുഹാജിർ? അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണ് മുഹാജിർ? അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് ഹിജ്റ പോകുന്നവനാണ് മുഹാജിർ. കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ചെയ്യാനും അനുഭവിക്കാനും അവസരങ്ങൾ ഏറെയാണ് ഇന്നത്തെ കാലം, പ്രത്യേകിച്ച് അവസാന കാലം. എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് തിന്മകൾ പെരുകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യുശ്റബൂനൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവർ മദ്യപിക്കും, പക്ഷെ മദ്യത്തിന് അവർ പല പേരുകളുമായിരിക്കും വിളിക്കുക. അവർ വ്യഭിചരിക്കും, വ്യഭിചാരത്തിന് പല പേരുകളുമാണ് വിളിക്കുക. അവർ പലിശ തിന്നും, പലിശക്ക് അവർ മറ്റു പല പേരുകളുമായിരിക്കും വിളിക്കുക. മനുഷ്യർ ഹറാമും ഹലാലും പരിഗണിക്കാത്ത ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും ഹിജ്റയുണ്ട്. ആ ഹിജ്റ ആരൊക്കെയോ പറയുന്ന പോലെ
ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് നാം ഹിജറ പോകണമെന്നും പറയുന്നത് പോലെയുള്ള ഹിജറയല്ല. അത് വിവരമില്ലായ്മയാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ ഹിജറയില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ യുദ്ധമില്ല, ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദില്ല, ദേശപരിത്യാഗം ഉൾക്കൊള്ളുന്ന ഹിജറയുമില്ല. ഇവിടെയുള്ള ജിഹാദ് രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനമാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തണമെന്ന ജിഹാദാണ് ഈ മണ്ണിൽ നമുക്ക് നിർവഹിക്കാനുള്ള ജിഹാദ്. ഈ മണ്ണിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഹിജറ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യലല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നതോടൊപ്പം ഈ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. ഹറാമുകളിൽ നിന്ന് ഹിജറ പോവുക എന്നതാണ്. പെരുകുന്ന തിന്മകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു എന്തിനൊക്കെ തൊട്ട് നമ്മളോട് ഹറാം എന്ന് വിധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഹിജറ പോകേണ്ടതുണ്ട്. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് ഹറാമുകൾ പെരുകാൻ സമ്മതിക്കരുത്. വളർന്നു വരുന്ന തലമുറയെ ലഹരിയിലേക്കും ആഭാസങ്ങളിലേക്കും നയിക്കാൻ, തള്ളിവിടാൻ പലരും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തെ സമാധാനവും സന്തോഷവും ധാർമ്മികതയും ഊട്ടിയുറപ്പിക്കേണ്ട കടമകളുള്ള ആളുകൾ പോലും പുതുതലമുറയെ നശിപ്പിക്കാനാണ് പാഠ്യപദ്ധതികളിൽ അശ്ലീലങ്ങളും ആഭാസങ്ങളും ബോധപൂർവം കടത്തിക്കൂട്ടുന്നത്. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന പേരിൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെയുള്ള നൃത്തങ്ങളും ഡാൻസുകളും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞ് അതിനെതിരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ചർച്ചകളെയും അവഗണിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുമ്പോൾ നാം എതിർക്കാനും നമ്മുടെ കുട്ടികളുടെ ധാർമ്മികതയെ, അവരുടെ ധർമ്മബോധത്തെ, അവരുടെ നന്മ നിറഞ്ഞ ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ഡാൻസ് കൊണ്ട് ഇവിടെ ലഹരി കുറയുമെങ്കിൽ രാത്രി നട്ടപ്പാതിരക്ക് നടക്കുന്ന നിരവധി നൈറ്റ് പരിപാടികളിൽ എത്ര വ്യവസ്ഥാപിതമായി ഇവിടെ നടക്കുന്നുണ്ട്. പോലീസ് പ്രൊട്ടക്ഷനിൽ നടക്കുന്ന ഡാൻസുകളുണ്ട്. അതിന്റെ ഫലമായിട്ട് ലഹരി ഒഴുകുകയാണോ, ലഹരി കുറയുകയാണോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ശരീരം അനങ്ങണമെന്നതോ ഫിസിക്കലി അവർ എക്സസൈസ് ചെയ്യണമെന്നതോ ഇതിനൊന്നും നമ്മൾ ആരും എതിരല്ല, ആരും അതിനെ എതിർത്തിട്ടുമില്ല. എന്നാൽ നാം എതിർക്കുന്നത് നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ദീനീയായിട്ടുള്ള ചിട്ടവട്ടങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പലതും ബോധപൂർവമായിട്ട് പ്രൊവോക്കേറ്റ് ചെയ്യാൻ എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്വമായി ഇടപെടാനും അതിന്റെ എതിർപ്പ് ബോധ്യപ്പെടുത്താനും നമ്മുടെ മക്കളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. ഹിജറ എന്ന് പറയുന്നത് പെരുകുന്ന അധാർമികതക്കെതിരെ പടപൊരുതലും അത്തരം ഹറാമുകളിൽ നിന്ന് നാം മാറി നിൽക്കലുമാണ് എന്ന് പറയുമ്പോൾ അത് മേലെ തൊട്ട് താഴെ വരെ ഇന്ന് പല വിധത്തിൽ അത് പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് സാന്ദർഭികമായ ഒരു വിഷയം കൊണ്ടുവന്നത്. ഇന്നലെ പല കലാലയങ്ങളിലും ഇതിന്റെ ഭാഗമായി പലതും നടന്നു. അത് കളിക്കുന്ന കുട്ടികളിൽ തന്നെ പലർക്കും മാനസികമായി സമ്മർദ്ദമുണ്ട്. അത് കളിക്കാൻ കഴിയാത്തവർ, അതിനോട് താല്പര്യമില്ലാത്തവർ, ആദർശപരമായത് ചെയ്യാൻ കഴിയാത്തവർ, അവരുടെ വിയോജിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിപ്രഷൻ അവർ കളിക്കുമ്പോൾ അവരുടെ മുഖത്തും അവരുടെ ആംഗ്യങ്ങളിലും അത് കാണുന്നതായിട്ട് ഇന്ന് വീഡിയോ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മാനസികമായ ഉന്മേഷമല്ല ഉണ്ടാക്കുക, മാനസികമായ സമ്മർദ്ദമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നതും ദുശ്ശീലമായിരിക്കും ഇതിലൂടെ വളരുക എന്നതും, ഇതിലൂടെ വളർന്ന് നാളെ അവർ മദ്യത്തിന്റെയും ലഹരിയുടെയും പെണ്ണിന്റെയും അകമ്പടിയോടുകൂടെ നൃത്തം വെച്ചാൽ അതിന് അവർക്ക് അതിനൊരു പ്രചോദനമായിട്ട് ഇത്തരം കാര്യങ്ങൾ മാറുമെന്നുമുള്ളത് പക്വമായി തിരിച്ചറിയാനും ചിന്തിക്കാനും നമ്മൾ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ലിബറലായി ചിന്തിക്കുന്ന കാലത്ത് എന്തിനാണ് എല്ലാറ്റിനെയും എതിർക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, അല്പം വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് മാറ്റി പറയേണ്ടി വരും എന്ന് മാത്രമാണ്. കാരണം
ലിബറലിസത്തിന് നമ്മുടെ മക്കളെ നമ്മൾ അയച്ചു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, സുഖം എന്താണോ അതിൽ മുഴുകുക, ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ഈവൻ നൊന്ത് പ്രസവിച്ച മാതാവിനോടും. മുട്ട വിരിഞ്ഞാൽ കുഞ്ഞിന് മുട്ടത്തോടിനോട് കടപ്പാടുണ്ടോ? ഇതുപോലെ ഉമ്മയും ഉപ്പയും അവരുടെ സുഖത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിലൂടെ ഞാൻ ഉണ്ടായി എന്നല്ലാതെ അവരോട് എനിക്കൊരു കടപ്പാടുമില്ലെന്നാണ് ലിബറലിസം അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ലിബറലിസത്തിന്റെ ചൊൽപ്പടിക്കുന്നുകൊണ്ടാണ് പലപ്പോഴും പുസ്തക രചനകൾ നടക്കുന്നത്, പലവിധ ആഘോഷങ്ങളും ഇവിടെ തലവെക്കുന്നത്, പലവിധ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്നത് അറിയാതെ പോകരുത്. നമ്മെ വിഡ്ഢികളാക്കാൻ സർക്കാർ എന്ന് മാത്രമല്ല ഒരാളെയും സമ്മതിക്കരുത് എന്നതാണ് അവസാനമായി അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ദീൻ നമുക്ക് വിലപ്പെട്ടതാണ്. അത് തകർക്കപ്പെടുമ്പോൾ എന്തു ത്യാഗവും സഹിക്കണമെന്നതാണ് ഹിജ്റയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ മണ്ണ് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും ഇവിടെ നമുക്കുള്ള സുരക്ഷിതത്വവും ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നിരവധി സഹോദരന്മാർ പ്രയാസത്തിലാണ്, പലരും ബോധമില്ലാതെ കിടക്കുകയാണ്, വെന്റിലേറ്ററിലാണ്. എന്റെ കുടുംബത്തിൽ ഒരുത്തൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സുബഹ് നമസ്കരിച്ച് കുവൈത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്, ഇതുവരെ ഉണർന്നിട്ടില്ല. തലച്ചോറിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടായതാണ്, ഒരു സർജറി പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ പറയുന്നത് ഒരു റെസ്പോൺസും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് കണ്ണടച്ചവൻ ഇതുവരെ ഉണർന്നില്ല എന്ന് പറയുമ്പോൾ ഈ മസ്ലും പിടിച്ച് നടക്കുന്ന നമ്മുടെയൊക്കെ വില ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പടച്ചറബിന്റെ മുമ്പിൽ സേഫായി രക്ഷപ്പെടാൻ എല്ലാ സമയത്തും നമ്മൾ റെഡിയായി നിൽക്കണം എന്നതാണ് വർദ്ധിച്ചു വരുന്ന. ഞാനൊരു വീഡിയോയിൽ കണ്ടത് 4 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് ബാധിക്കുമെന്നതാണ് പുതിയ കണക്ക് എന്നാണ് അതിൽ അയാൾ പറയുന്നത്. അല്ലാഹു ആലം. എന്തായിരുന്നാലും നിരവധി രോഗികൾ നമ്മുടെ മഹല്ലിലും മഹല്ലിന് പുറത്തുമുള്ള ധാരാളം ആളുകൾ, അല്ലാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു എല്ലാ നിലക്കും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ദീൻ പടച്ചറബ് നമുക്ക് നൽകി ഈ നിഅമത്തിനെ മരണം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ. ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ ഫലസ്തീനിൽ ഇപ്പോഴും പീഡനമാണ്. ഒരു ഭാഗത്ത് ഫലസ്തീനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ പലതും നടക്കുമ്പോൾ ആ സമയത്തും ഫലസ്തീനിലെ മക്കൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. യുദ്ധമുഖരിതമല്ലാത്ത അന്തരീക്ഷം ലോകത്തുടനീളം അള്ളാഹു ഉണ്ടാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.